ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എഞ്ചലിന ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് SSLC കെമിസ്ട്രിയുടെ ചാപ്റ്റർ 6 നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. വെൽക്കം ടു എഞ്ചലിന ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പാർട്ട് 3 ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ നമ്മൾ പഠിച്ചു പോവുകയാണ്. ഇന്ന് നമ്മൾ എന്താ എടുക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിനെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട്. ഓക്കെ, ഹൈഡ്രോ കാർബൺസ് നമ്മൾ മൂന്നായിട്ട് അറിയാം നമുക്കിപ്പോൾ അല്ലേ? എന്തൊക്കെയാണ്? ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൽക്കെയിൻ. ഇവിടെ എ വന്നു കഴിയുമ്പോൾ എന്താണ് ഇവിടെ? കാർബൺ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ അതിന്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n+2. അതേപോലെ തന്നെ ആൽക്കീനെ കഴിയുമ്പോൾ എന്താണ്? ഇവിടെ സിംഗിൾ ബോണ്ട് ആയിരുന്നു, ഇവിടെ അപ്പൊ എന്താണ്? ഡബിൾ ബോണ്ട് ആണ് അല്ലേ? ഇത് സാച്ചുറേറ്റർ ആണ്, ഇത് അൺസാച്ചുറേറ്റർ ആണ്. അതിന്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n. അതേപോലെ തന്നെ ആൽക്കൈൻ. ആൽക്കൈൻ്റെ എങ്ങനെയാണ്? C ട്രിപ്പിൾ ബോണ്ട് C വരും. ജനറൽ ഫോർമുല എങ്ങനെയാണ്? CnH2n-2 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് പഠിച്ചതാണ്. ഇത് നമ്മൾ ഓർത്തെടുക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള എന്താണ്? നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസിന്റെ. ഹൈഡ്രോ കാർബൺസ് നമുക്ക് നെയിം കൊടുക്കണം അല്ലേ? അത് നമ്മൾ ഇത്ര നാളെ മോളിക്കുലർ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല അവയൊക്കെ നമ്മൾ എഴുതിയിട്ടുള്ളായിരുന്നു. ഇനി നമ്മൾ എന്താണ്? നെയിം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് നോക്കാം. നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ്, അതായത് നമ്മൾ നെയിം കൊടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഫൗണ്ട് ദ ലാർജ് നമ്പേഴ്സ് ഹാവ് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്. അതായത് നമ്മൾ കാണാൻ നമുക്ക് ചില ഹെൻസ് നെയിമിംഗ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിന്റെ നെയിം ഒക്കെ നമ്മൾ ശരിക്കും അതിന്റെ സ്ട്രക്ചർ ഒക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് എഴുതാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ IUPAC ഒക്കെ പഠിച്ചാൽ അതല്ലേ? IUPAC നെയിം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് വെച്ച് നമ്മൾ എഴുതാൻ പോകുന്നത്. IUPAC has put forward some rules for the naming of hydrocarbons. What are the main points to be considered while naming hydrocarbons? അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഹൈഡ്രോ കാർബൺസിന് നെയിം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചില കണ്ടൻസുകൾ ഇതൊക്കെ ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അതായത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഒരു കാര്യത്തിൽ നമ്മുടെ ചെയിനിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? നേച്ചർ ഓഫ് കെമിക്കൽ ബോണ്ട് ബിറ്റ്വീൻ ദ കാർബൺ ആറ്റംസ്. അതായത് നേച്ചർ ഓഫ് കെമിക്കൽ ബോണ്ട്, അതിന്റെ ബോണ്ട് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കണം. സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, എങ്ങനത്തെ ബോണ്ട് ആണെന്ന് നമ്മൾ നോക്കണം. കാർബൺ ആറ്റംസ് തമ്മിൽ നമ്മൾ ചിലത് C ഡബിൾ ബോണ്ട്, ചിലത് C ട്രിപ്പിൾ ബോണ്ട്, ചിലത് സിംഗിൾ ബോണ്ട്, അങ്ങനെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം ബോണ്ട് നോക്കണം. പിന്നെ എന്താണ് നോക്കേണ്ടത്? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ആ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നോക്കാം. അടുത്ത ഞാൻ എഴുതിയേക്കുന്നുണ്ടല്ലേ, നമ്മൾ നെയിം കൊടുക്കും. മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ? അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മെയിൻ ആയിട്ട് ഒരു 10 വരെ, കാർബണിന്റെ 1 to 10 വരെയാണ് ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. അത് നമുക്കൊന്ന് പഠിക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഒരു കാർബൺ ആറ്റം ഉള്ള എങ്ങനെ നമുക്ക് പറയാം? മെത്ത്. നമ്മൾ കേട്ടില്ല? മീഥൈൻ, മെത്തൈൻ, എഥൈൻ, പ്രൊപ്പൈൻ അങ്ങനെ കേട്ടില്ലേ? അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്താ പറയാം? മെത്ത്. 2 ആണെങ്കിൽ എന്ത് പറയും? എത്ത്. 3 കാർബൺ ആറ്റംസ് ആകുക എങ്ങനെ പറയും? പ്രൊപ്പൈൻ, പ്രൊപ്പൈൻ. 4 ആണെങ്കിൽ ബ്യൂട്ടൻ, 5 പെന്റ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ഹെപ്റ്റൻ, 8 ഒക്ടൻ, 9 നോൺ, 10 ഡെക്ക്. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. എങ്കിലും നമുക്ക് ഇപ്പോൾ 1 ഒരു കാർബൺ ആറ്റംസ് ഉള്ളെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നു? നമുക്ക് ഇതിൻ്റെ പേര് അറിയത്തില്ല, നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളിത് പഠിച്ചു വെക്കുക. ഇത് നമുക്ക് നോക്കാം ബാക്കി എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് അൺബ്രാഞ്ച്ഡ് ആൽക്കൈൻസ്. ആൽക്കൈൻസിലെ അൺബ്രാഞ്ച്ഡ്, അതായത് ബ്രാഞ്ച് ഇല്ലാത്ത ചെയിനിലെ നമുക്ക് എങ്ങനെ അതിന്റെ നെയിം കൊടുക്കാമെന്ന് നോക്കാം. നമ്മൾ ചെയിൻ എഴുതിയിട്ടുണ്ടോ? CH4. എത്ര H ഉണ്ട്? H4. നമ്മൾ പോയിട്ട് എങ്ങനെ എഴുതാം? നമ്മൾ സാധാരണ മോളിക്കുലർ ഫോർമുല എഴുതില്ലേ? എങ്ങനെയാണ്? CH4. ഓക്കെ, ഇനി നമുക്കാണ് ഇതിന്റെ പേര് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് ഇതിന്റെ പേര് കൊടുക്കേണ്ടത്?
നമ്മൾ മുമ്പേ പഠിച്ചായിരുന്നു അല്ലേ? എന്താണ്? ഒരു കാർബൺ ആറ്റമേ ഉള്ള എങ്കിൽ നമ്മൾ അതിന് എന്ത് പേരാണ് കൊടുക്കുന്നത്? മെത്ത്. നമുക്കത് അത് എഴുതണം, മെത്ത് എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കണേ, ഇനി ഒരു കാർബൺ ആറ്റവും ഹൈഡ്രോ കാർബൺസ് കൂടെ ചേർന്ന് നമുക്ക് എങ്ങനെ എഴുതാം? മീഥൈൻ. ആൽക്കൈൻ അല്ലേ ചേർന്ന്, അതുകൊണ്ട് നമുക്ക് മീഥൈൻ എങ്ങനെ എഴുതാം? മീഥൈൻ. എത്ര ഹൈഡ്രോ കാർബൺസ് ഉണ്ട്? 4 ഹൈഡ്രോ കാർബൺസ് വന്നു, അതിലൊരു കാർബൺ ആറ്റംസ് ഉള്ളൂ. ഒരു കാർബൺ ആറ്റം ഉള്ള നമ്മൾ മെത്ത് എന്ന് എഴുതി, ബാക്കി ഹൈഡ്രോ കാർബൺസ് നമ്മൾ മീഥൈൻ എന്ന് എഴുതി. അതേപോലെ തന്നെ അടുത്ത് എഴുതിയേക്കുന്നുണ്ടോ? ഇതിനുള്ളിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 2 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലേ? 2 കാർബൺ ആറ്റം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? എത്ത്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഫോർമുല? അത് എഴുതാം. എന്തായിരുന്നു? C2H6. പിന്നെ എങ്ങനെ എഴുതാൻ പറ്റും? എത്ത് എയിൻ. ഈഥൈൻ. എങ്ങനെയാണ്? ഈഥൈൻ. C2H6. ഇവിടെ 2 കാർബൺ ആറ്റം വന്നാൽ നമുക്കറിയാം എത്ത്. അപ്പൊ 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്. അങ്ങനെ മനസ്സിലായല്ലേ? ഇതാദ്യം ഒരു കാർബൺ ആറ്റം ഉള്ള മെത്തൈൻ. ഇത് എയിൻ വന്ന കാരണം ആൽക്കൈൻ ആണ്, സിംഗിൾ ബോണ്ട് ആണ്. ആൽക്കൈൻ ആയതുകൊണ്ടാണ് എയിൻ വന്നത്. മനസ്സിലാണോ? അത്രേ ഉള്ളൂ. ബാക്കി ആൽക്കൈൻ ആയതുകൊണ്ട് എയിൻ വന്നു. അങ്ങനെ അങ്ങ് ഓർത്താൽ മതി. ഒരു കാർബൺ ആറ്റം ഉള്ള മെത്ത് വന്നു, 2 കാർബൺ ആറ്റം ഉള്ള എത്ത് വന്നു, 3 ആണെങ്കിൽ പ്രൊപ്പ് വന്നു, 4 ആണെങ്കിൽ ബ്യൂട്ട് വന്നു. അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. പിന്നെ ബ്യൂട്ടൈൻ ആണോ മറ്റേ ആൽക്കൈൻ ആണോ, ആൽക്കൈൻ ആണോ, ആൽക്കീൻ ആണോ, അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒരെണ്ണം കൂടി എഴുതി നോക്കാം. 3 കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഹൈഡ്രജൻ കൊടുക്കുന്നത്? H, ഇവിടെ 2, ഇവിടെ സാധാരണ പോലെ 3. ഓക്കെ, ഇനി ഇതിന് നമ്മൾ എങ്ങനെയാണ് ഇതിന് പേര് കൊടുക്കുന്നത് നോക്കാം. എത്രയാണ് ഇതിന്റെ പേര്? C3H8. അതായത് C എത്ര ഉണ്ട്? 3 ഉണ്ട്. നമ്പർ ഓഫ് കാർബൺസ് 3. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എത്രയാണ്? 8. 1 2 3 4 5 6 7 8. അങ്ങനെ 8 കാർബൺസ് ഉണ്ട്. അത് നമ്മൾ എന്ത് എഴുതി? C3H8 എന്ന് എഴുതി. ഇനി നമുക്ക് അതിന് എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 3 കാർബൺ ആറ്റം അല്ലേ? അപ്പൊ 3 ആയി കഴിയുമ്പോൾ എങ്ങനെ എഴുതുന്നത്? പ്രൊപ്പ്, പ്രൊപ്പൈൻ. എങ്ങനെയാണ്? പ്രൊപ്പൈൻ വന്നാണ്. 3 കാർബൺ ആറ്റംസ് ഉണ്ട്, ബാക്കി ഹൈഡ്രജൻ ആറ്റംസ് ആണ്, ആൽക്കൈൻ ആണ്. അതുകൊണ്ട് നമ്മൾ പ്രൊപ്പൈൻ എഴുതി. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി നമ്മളോട് ചോദിച്ചേക്കാണ്, ഹാവ് യു സീൻ എനി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഇൻ ദീസ് നെയിംസ്? ഇങ്ങനെ നമ്മൾ ഈ പേര് കൊടുത്തതിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? ഹൗ ആർ ദ നെയിംസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് റൂട്ട്സ് അല്ലേ? നമുക്കറിയാം ഇതിനൊരു വേർഡ് റൂട്ട് ഉണ്ട്. എന്താണ് വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ? ആൽക്കൈൻസ് ആർ നെയിംഡ് ബൈ ആഡിങ് ദ സഫിക്സ് എയിൻ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എയിൻ, അതാണ് പറഞ്ഞത്. ആൽക്കൈൻ ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ വേർഡ് സഫിക്സ് എങ്ങനെ വരുന്നു? എയിൻ, എയിൻ എന്ന് വരുന്നു. ഓക്കെ, along with the word root that denotes the number of carbon atoms. പിന്നെന്താണ് നമ്മൾ നോക്കുന്നത്? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. എത്ര കാർബൺ ആറ്റംസ് നമ്മുടെ ഈ ചെയിനിൽ ഉണ്ട് എന്ന് നമ്മൾ നോക്കുക. പിന്നെ അത് ആൽക്കൈൻ ആണെങ്കിൽ എയിൻ എന്ന് സഫിക്സ് കൊടുക്കുക. അത്രയുള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നല്ലോ. പിന്നെ പറയണ മെത്ത് എയിൻ പ്ലസ് എയിൻ ഈക്വൽ. നമ്മളിപ്പോൾ ആദ്യത്തെ എഴുതുവാണെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞതാ, മെത്ത് പ്ലസ് എയിൻ ഇസ് ഈക്വൽ ടു എന്തെഴുതാം? മീഥൈൻ. ഓക്കെ, അതേപോലെ എന്തെഴുതണം? എത്തിന്റെ അങ്ങനെ എഴുതാം. എത്ത് പ്ലസ് എയിൻ ഇസ് ഈക്വൽ ടു ഈഥൈൻ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അതൊക്കെ നമുക്ക് ഇതൊരു കോമൺ ജനറൽ ഫോർമുല ആണ്. എന്താണ്? വേർഡ് റൂട്ട് പ്ലസ് എന്താണ്? വേർഡ് റൂട്ട് പ്ലസ് എയിൻ, എയിൻ വരുമ്പോ എന്താണ് നമുക്ക് കിട്ടുന്നത്? വേർഡ് റൂട്ട് പ്ലസ് എയിൻ ചെയ്യുമ്പോൾ എന്താണ്? ആൽക്കൈൻ. എന്ത് കിട്ടുന്നു? മനസ്സിലായല്ലോ? വേർഡ് റൂട്ട് പറഞ്ഞാൽ മെത്ത് എന്നുള്ളത് ഒരു വേർഡ് റൂട്ടാണ്. മറ്റേ പ്ലസ് എയിൻ, ആൽക്കൈൻ ആയതുകൊണ്ട് എയിൻ നമ്മൾ ചേർത്തു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആൽക്കൈൻ. വേർഡ് റൂട്ട് ഇത് പഠിക്കണം കേട്ടോ.
ഇതാണ് ജനറൽ ഫോമുല. അങ്ങനെ നമുക്ക് ഓരോന്നിനും ആൽക്കൈൻ്റെ എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിച്ചു. ഇപ്പം നമുക്ക് വേർഡ് റൂട്ട് ഓഫ് A plus A gives എന്താണ് ആൽക്കൈൻ. ഇത്ര മനസ്സിലായല്ലേ? ഇനി നമുക്ക് നമ്മുടെ 6.2 ടേബിളിൽ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത ടേബിൾ, ആ ടേബിളിൽ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിനിൽ നമ്മൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെ വരുമോ നമുക്ക് നോക്കാം. എന്തായിരുന്നു നമ്മുടെ ചെയിൻ? ആദ്യം എന്തായിരുന്നു? CH4 ആയിരുന്നു അല്ലേ? അപ്പൊ CH4 അങ്ങനെ എഴുതുക, സ്ട്രക്ചർ അങ്ങനെ എഴുതുന്നത് C ഓക്കെ. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? CH4. ഇതിന്റെ നെയിം എങ്ങനെയാണ്? വേർഡ് റൂട്ട് എന്താണ്? മെത്ത്. ഒരു കാർബണേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് മെത്ത്. പിന്നെ ഇത് ആൽക്കൈൻ അല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എയിൻ. മീഥൈൻ. മനസ്സിലായില്ല? സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും മീഥൈൻ. അടുത്തതിന് നമുക്ക് നോക്കാം C2H6. C2H6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 കാർബൺ ആറ്റം വരും അല്ലേ? ഓക്കെ, 2 കാർബൺ ആറ്റം വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ വേർഡ് റൂട്ട് എന്ത് വരും? എത്ത്. പിന്നെ ആൽക്കൈൻ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഈഥൈൻ. മനസ്സിലായില്ലേ? ഈഥൈൻ. അങ്ങനെ നമുക്ക് ഓരോന്നിനും എഴുതാം. ഇപ്പൊ C3 എഴുതുവാണെങ്കിൽ എന്ത് വരും? C3H8 വന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഒരു കാർബണും കൂടെ വരും അല്ലേ? അപ്പൊ 3 കാർബണായി, ഹൈഡ്രജൻ 1 കൂടി, ഹൈഡ്രജൻ 3 കൂടെ പോയി. അപ്പൊ നമുക്ക് പറയാം ഇവിടെ എന്താണ്? 1 2 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പ്രൊപ്പർ. 3 വരുമ്പോൾ പ്രൊപ്പർ. പ്രൊപ്പൈൻ. C3H8. മനസ്സിലായല്ലോ? നമ്മുടെ ആ ടേബിളിനകത്ത് ഇനി കുറച്ചിട്ടുണ്ടോ? അല്ലാണ്ട് സാധാരണ ചെയ്താൽ മതി. നമുക്ക് ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത എന്താണ് നോക്കാനുള്ളത്? നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോകാർബൺസ്. ഇപ്പൊ നമ്മൾ ബ്രാഞ്ച് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് എഴുതിയ ഒരു ചെയിൻ്റെ, കാർബൺ ചെയിൻ്റെ ആണ് ഇപ്പൊ നമ്മൾ എഴുതിയത്. ഇനി നമുക്ക് അടുത്ത് എഴുതാൻ എന്താണ്? ബ്രാഞ്ച് ആയിട്ടുള്ള താഴോട്ടോ മുകളിലോട്ടോ ഒക്കെ ബ്രാഞ്ച് CH3 CH2 ഒക്കെ ബ്രാഞ്ച് വരുന്ന ചെയിനെ എങ്ങനെയാണ് അതിന്റെ നെയിം കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മളിപ്പോ ചെയ്തെന്തായിരുന്നു? ഇങ്ങോട്ട് നോക്കിയേ, കാർബൺ എന്താണ്? ഒരു കാർബൺ ചെയിൻ ആണല്ലേ? The chain contains how many carbons are there? 5 carbons are there. Okay. So another chain will be with the same number of carbons. ഇവിടെ നോക്കിയേ, ഇതിനകത്ത് ഇപ്പം 5 carbons ഉണ്ട്. അതേപോലെ തന്നെ ഇതേ കാർബണിനെ നമുക്ക് ചെറുതായിട്ടൊരു വ്യത്യാസം വരുത്തി എഴുതാം. ഈ കാർബണെ ഇങ്ങോട്ട് മാറ്റി, അതായത് ഇത് ഇങ്ങനെ വരുന്നതാണ് ചെയിൻ വരിക എന്ന് പറയുന്നത്. നോക്കിയേ, what is the change in the carbon here? Is it clear that carbon atom has formed a branch? ഈ ചെയിനിൽ ഒരു ബ്രാഞ്ച് ഫോം ചെയ്തു. Okay. Shall we write the structural formula of the hydrocarbon obtained by adding hydrogen atoms into the chain? ഇതിലേക്ക് ഹൈഡ്രജൻ ആറ്റംസിനെ ആഡ് ചെയ്താൽ എങ്ങനെയാകും നമുക്ക് നോക്കാം. നമ്മൾ എഴുതിയ അതേ കാർബൺ ചെയിനിലേക്ക് നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്ത് കൊടുത്തു. CH3 CH2 CH CH3. ഇവിടെ CH3 ബ്രാഞ്ച് വന്നു. Okay. According to IUPAC rules of nomenclature, നമ്മുടെ IUPAC names of nomenclature ന്റെ റൂൾ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? The longest chain should be considered as the main chain and remaining carbon atoms are treated as branches. The position of the branches can be found out by naming carbon atoms in the main chain. അതായത് the number of carbon atoms in the chain should be done in such a way that the carbon atoms carrying the branch gets the lowest number. ഇതിപ്പോൾ നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ റൂൾ അനുസരിച്ച് നമ്മൾ ഇതിനെ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ഏറ്റവും ബ്രാഞ്ച് വരുന്നത് ഏറ്റവും ചെറിയ നമ്പറിലായിരിക്കണം ബ്രാഞ്ച് വരുന്നത്. ഓക്കെ, അതായത് IUPAC നെയിമിംഗ് അനുസരിച്ച് ഏറ്റവും നീളം കൂടിയ ചെയിനില് പ്രധാന ചെയിനില് ബാക്കിയുള്ളവയായിരിക്കും ബാലൻസ് വരുന്നവയായിരിക്കും നമുക്കിവിടെ ബ്രാഞ്ച് ആയിട്ട് വരുന്നത്. ഇതിന്റെ ബാലൻസ് മെയിൻ ചെയിൻ്റേത് ബാലൻസ് വരുന്നതാണ് ഇവിടെ ബ്രാഞ്ച് ആയിട്ട് ഫോം ചെയ്യുന്നത്. പ്രധാന ചെയിനിലെ കാർബൺ ആറ്റംസിന് നമ്പർ നൽകണം. അതായത് നമ്മൾ ഇതിന് വേണം നമ്പർ 1 2 3 4 എന്ന് വേണം ഇതിന് വേണം നമ്പർ കൊടുക്കാനായിട്ട്.
ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഇനിയും ഈ കാർബൺ ചെയിൻ നമ്മൾ ഇങ്ങനെ ചുമ്മാ വെറുതെ ഒരു നമ്പർ കൊടുത്താൽ പോരെ. എങ്ങനെയാണ് ഇത് കൊടുത്തു കഴിയുമ്പോൾ ഏറ്റവും കുറഞ്ഞ നമ്പർ വരുന്ന രീതിയിൽ അതായത് കാർബൺ ആറ്റം അത് ബ്രാഞ്ച് വരുമ്പോൾ ഇവിടെ 3-ക്കല്ലേ ബ്രാഞ്ച് വന്നേക്കുന്നത്, അത് പറ്റത്തില്ല. നേരെ തിരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ. താഴെ 1 2 3 4 രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ബ്രാഞ്ച് വരുന്നത് ചെറിയ നമ്പറിലായിരിക്കണം ബ്രാഞ്ച് വരുന്നത്. നമ്മളിപ്പോൾ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ 1 2 3 4 എവിടെയാണ് ബ്രാഞ്ച് വന്നേക്കുന്നത്? 3-ലാണ് ബ്രാഞ്ച് വന്നേക്കുന്നത്. അത് പറ്റത്തില്ല. നമുക്ക് ചെറിയ നമ്പറിൽ വേണം ബ്രാഞ്ചസ് വരാനായിട്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞപ്പോൾ നമ്പർ 2-ലായി ബ്രാഞ്ച്. അപ്പോൾ അതാണ് കറക്റ്റ്. ഇത്ര ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ബ്രാഞ്ച് കൊടുത്തു കഴിയുമ്പോൾ എന്താണ്, ചെറിയ നമ്പറിലായിരിക്കണം ബ്രാഞ്ച് വരുന്നത്. അത് നമ്മൾ ലെഫ്റ്റ് റൈറ്റോ റൈറ്റ് ലെഫ്റ്റോ എങ്ങനെ എഴുതിയാലും ചെറിയ നമ്പറിലായിരിക്കണം ബ്രാഞ്ച് വരുന്നത്. ഓക്കെ, ഇങ്ങനെ 2 കാർബൺ ആറ്റംസ് നമ്മൾ ചെയിൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നമ്പർ കൊടുക്കുകയാണ് 1 2 3 4. ഓക്കെ, ഇവിടെ നമ്പർ ഇവിടെ ഇങ്ങോട്ട് കൊടുത്തു 1 2 3 4. ഇതിലേതിലാണ് ചെറിയ നമ്പർ വന്നേക്കുന്നത്? 2-ലാണ് അല്ലേ? ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, which of these chains has the lowest number of carbons atom carrying the branch? അതായത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഇവിടെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എത്രയാണ്? 4. നമ്മൾ ടെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എത്രയാണ്? 4. പിന്നെ ചോദിച്ചേക്കുവാണ് അതിന്റെ വേർഡ് റൂട്ട്. അതായത് 4 കാർബൺ ആറ്റംസ് വരികയാണെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എന്തായിരിക്കും? നോക്കിയാൽ എന്താണ്? ബ്യൂട്ട് വരും അല്ലേ? ബ്യൂട്ടാണ്. അതിന്റെ സഫിക്സ് എന്താണ്? ഇതേതാ, ആൽക്കൈൻ ആണോ ആൽക്കീൻ ആണോ? എന്താണിത്? ഇതെന്താണ്? ആൽക്കൈൻ ആണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ സഫിക്സ് നമുക്ക് എന്തെഴുതാം? എനി. സഫിക്സ് ആൽക്കൈൻ ആയതുകൊണ്ട് എനിയിൽ അവസാനിക്കും. അതുകൊണ്ട് സഫിക്സ് എനി ആൽക്കൈൻ വരും. പിന്നെ നെയിം ഓഫ് ദ ആൽക്കൈൻ റാഡിക്കൽ കമ്മിങ് ആസ് ബ്രാഞ്ചസ്. അതായത് നമ്മളിപ്പം ഹൈഡ്രജനെ ചേർക്കത്തില്ലേ, അങ്ങനെ ഒരു ആൽക്കൈൻ റാഡിക്കൽ വരികയാണെങ്കിൽ അതെന്തായിരിക്കും? അതിന്റെ പേര് എങ്ങനെയായി പോകും? മീഥൈൽ. എന്താണ്? എച്ച് വരുവാണെങ്കിൽ മീഥൈലിനാകും. അത്രയും മനസ്സിലായല്ലോ അല്ലേ? ഇനി നമ്മോട് ചോദിച്ചാൽ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച്. ഇവിടെ നമ്മൾ 2 രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? IUPAC റൂൾ അനുസരിച്ച് ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? നമുക്ക് 2 രീതിയിൽ എഴുതാമല്ലോ. 2 രീതിയിൽ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും എഴുതാൻ പറ്റും. പക്ഷേ IUPAC റൂൾ അനുസരിച്ച് എന്താണ്, ബ്രാഞ്ച് നമ്മൾ കൊടുക്കുമ്പോൾ ചെറിയ നമ്പറിലായിരിക്കണം ബ്രാഞ്ച്. 2 ആണോ 3 ആണോ ചെറുത്? ചെറിയ നമ്പറിലായിരിക്കണം നമ്മൾ ബ്രാഞ്ച് കൊടുക്കുന്നത്. ശരി. അപ്പോൾ ഇതാണ് ശരി. ഇങ്ങനെയല്ല എഴുതേണ്ടത്. കാരണം നമ്പർ കൊടുക്കും. ഇവിടെയാണെങ്കിൽ ഇത് കുഴപ്പമില്ലായിരുന്നു. ഇവിടെയാണ് വന്നിരുന്നെങ്കിൽ നമ്പർ 2-ലല്ലേ ഇവിടെയാണ് വന്നത്, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമ്പർ 3-ലല്ലേ കിടക്കുന്നത്, നമ്പർ 2 അല്ലേ ഇതിനേക്കാളും ചെറുത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? ചെറിയ നമ്പറിന് ബ്രാഞ്ച് കൊടുക്കുക. ചെറിയ ബ്രാഞ്ച് എവിടെയാണോ ചെറിയ നമ്പർ വരുന്നത് അവിടെ നമ്മൾ അതനുസരിച്ച് നമ്മൾ നമ്പർ കൊടുത്തിട്ട് എഴുതുക. മനസ്സിലായല്ലോ അല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് വേറെ ചില ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാം. നമ്മൾ ഇതിന്റെ IUPAC നെയിം പറഞ്ഞില്ലായിരുന്നല്ലോ. IUPAC നെയിം എന്താണ്? നമ്മൾ എഴുതിയായിരുന്നു ആ കൂട്ടത്തിൽ, ഒരുമിച്ച് എഴുതിയില്ല എന്നുള്ളതേ ഉള്ളൂ. IUPAC നെയിം എന്തായിരുന്നു? 2-methyl butane. ഏതാണ് പൊസിഷൻ വന്നത്? 2-ലല്ല. അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. 2-methyl എല്ലാം പറഞ്ഞായിരുന്നു, എഴുതുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. 2-methyl butane. 2-methyl നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടായിരുന്നല്ലോ. CH3 CH2 CH2 CH CH3 CH3. ഓക്കെ, ഇതിന്റെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിനിൽ, ഇതിലെ ഈ മെയിൻ ചെയിനിൽ ഏറ്റവും വലിയ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് എന്നൊക്കെ? 1 2 3 4 5. എത്രയാണ്? 5 കാർബൺ ആറ്റംസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 5 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചേക്കാണ് നെയിം ഓഫ് ബ്രാഞ്ച്. ഇതിന്റെ ബ്രാഞ്ച് നെയിം എങ്ങനെ നമുക്ക് കൊടുക്കാം? ഏതാണ്? മീഥൈൽ. ഇനി നമ്മളോട് ചോദിച്ചേക്കാണ് എന്റെ IUPAC നെയിം എന്താണെന്നല്ലേ? അപ്പൊ IUPAC നെയിം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബ്രാഞ്ചിന് പിന്നെ നമ്പർ കൊടുക്കണം. എങ്ങനെ കൊടുക്കാം? 1 2 3 4 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാഞ്ച് എവിടെയാണ് വരുന്നത്? 4-ലാണ് വരുന്നത് അല്ലേ? അതൊന്നും വലിയ നമ്പർ അല്ലേ? അത് റൂൾ അനുസരിച്ച് തെറ്റാണ്. അപ്പൊ
അപ്പോൾ നമുക്ക് തിരിച്ച് നമ്പർ എടുക്കാം. 1 2 3 4 5. ഇത് നമ്മൾ പഠിച്ചത് മനസ്സിലായല്ലേ? നമ്മൾ അൺബ്രാഞ്ചിന് നെയിം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ ബ്രാഞ്ചിന് നെയിം കൊടുക്കുന്നത്, ബ്രാഞ്ച് ഉള്ളവയ്ക്ക് നെയിം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സസൈസ് ആണ്, ടേബിൾ. അതുകൊണ്ട് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.